കാണിച്ചു തരാം. നല്ല രസമുണ്ട് കാണാൻ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു പ്രത്യേകതരം വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എൻ്റെ ലാപ്ടോപ്പ് കേടായി. കുറച്ച് ദിവസമായി, ഇപ്പോൾ രണ്ടര ആഴ്ചയായി കേടായിട്ട്. ആക്ച്വലി ലാപ്ടോപ്പല്ല, എൻ്റെ കീബോർഡ് കേടായി. കാണിച്ചു തരാം. ഇതാണല്ലേ, എല്ലാ സംഭവം എല്ലാം ഓണാവുന്നുണ്ട്, ഒരു പ്രശ്നമില്ല, ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കീബോർഡ് വർക്ക് ചെയ്യുന്നില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ പി ഒ അങ്ങനെ 2-3-4 കീ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്റ്റക്കായിരുന്നിട്ട് ഭയങ്കര സൗണ്ട് കേൾക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എന്താ പ്രോബ്ലം എന്നറിയാതെ ഞാൻ നേരെ കടയിൽ കൊണ്ടു കൊടുത്തു. ഇത് റെഡിയാക്കാനായിട്ട് കൊണ്ടു കൊടുത്തപ്പോൾ ഇവിടെ ഷോർട്ടായിട്ടിരിക്കുകയായിരുന്നു ഈ കീബോർഡിലെ 2-3-4 കീ. അപ്പോൾ ഓണാക്കാൻ ഭയങ്കരമായിട്ട് സൗണ്ടും വലിയ പ്രശ്നങ്ങളുമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഈ കീബോർഡ് ഒന്ന് അഴിച്ചു വിട്ടു. ഓക്കെ, ഒരു ശനിയാഴ്ചയായിരുന്നു കൊണ്ടു കൊടുത്തത്. ഞായറാഴ്ച അവധി, തിങ്കളാഴ്ച ആകുമ്പോഴേ റെഡി ആകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഞാൻ മാറ്റാനായിട്ട് ഒരു 1500 രൂപയോളം അവർ പറയുകയും ചെയ്തു. അപ്പോൾ പക്ഷേ സംഭവം എനിക്ക് അന്ന് തന്നെ വേണ്ടതായതുകൊണ്ട് തന്നെ ഞാൻ ഈ കീബോർഡ് അഴിച്ചു വെച്ചിട്ട് ഒരു എക്സ്റ്റേണൽ കീബോർഡായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര ദിവസം. ഇപ്പോൾ 2 ആഴ്ചയാണ് ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു എന്തായാലും ഒരു കീബോർഡ് ഓർഡർ ചെയ്തു. അതായത് നമ്മുടെ ഇതേ ലാപ്ടോപ്പിൻ്റെ, അതായത് ലെനോവോ G460 ആണ് ഈ ലാപ്ടോപ്പ്. അതിൻ്റെ ഒരു കീബോർഡ് ഞാൻ ഓർഡർ ചെയ്തു. കാണിച്ചു തരാം. കീബോർഡ് ഈ ബോക്സിലാണ് വന്നത്. ഇതാണ് കവർ. അപ്പോൾ ഇത് ലാപ്ടോപ്പ് കീബോർഡാണ്. ഉണ്ടല്ലേ, കാണിച്ചു തരാം. ഉണ്ട്, ഇതാണ് കീബോർഡ്. സെയിം ടു സെയിം കീബോർഡ് കണ്ടല്ലേ. ഇത് ഈ മോഡൽ നമ്പർ ഇതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. എവിടെ G460. ഒരു 8-10 വർഷമായി ലാപ്ടോപ്പ് വാങ്ങിയിട്ട്. പക്ഷേ ഇതുവരെ വലിയ പെർഫോമൻസ് ബേസ്ഡ് ഇഷ്യൂ എന്ന് വെച്ചാൽ വലിയ സംഭവങ്ങളൊന്നും റൺ ചെയ്യുന്നില്ല ഇതിനകത്ത്. പക്ഷേ ഇപ്പം കുറച്ച് എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് സോഫ്റ്റ്വെയർ ഇട്ട് നോക്കിയിട്ട് അങ്ങോട്ട് റെഡി ആവുന്നില്ല. അത് കാരണം കുറച്ച് പ്രശ്നത്തിലിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു ഈ ലാപ്ടോപ്പ്. ഇതിപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഞാനിത് മാറിയിട്ടുണ്ട്. ഈ ലാപ്ടോപ്പിന് ആകെ കൂടെ പ്രശ്നം വന്നിട്ടുള്ളത് നമ്മുടെ ഈ കീബോർഡ് കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ബാറ്ററി പിന്നെ ഞാൻ ഇതുവരെ മാറിയില്ല. അത് 1500 രൂപയോ 2000 രൂപയോ കണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. 3-4 വർഷമായിട്ടിപ്പം ബാറ്ററി ആ ഒരു സെറ്റപ്പിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുത്തിയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പവർ ഓഫായി പോകുന്നുണ്ട് കുത്തിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന. ഹാർഡ് ഡിസ്കിനൊക്കെ കംപ്ലൈൻറ്റ് ആവുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല ലാപ്ടോപ്പാണ് ലെനോവോയുടെ. ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ലാപ്ടോപ്പാണ്. ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്ത് എടുത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് അഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തൽക്കാലത്തേക്ക് നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പവർ കേബിൾ അഴിച്ചിട്ടിട്ട് ഇത് അടച്ച് വെച്ച് തിരിച്ച് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ഇതിൻ്റെ ബാറ്ററി ഇവിടെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. സോ നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് സ്ക്രൂ ഉണ്ട്. ഇതിൻ്റെ സൈഡിലെല്ലാം ഇതിൻ്റെ അഴിക്കേണ്ട സ്ക്രൂകളുണ്ട്. ഇവിടത്തേക്ക് എവിടെ പോയെന്ന് അറിയത്തില്ല. ഇതെല്ലാം നമുക്ക് അഴിച്ചിട്ട് ഈ ഒരു പാർട്ട് നമുക്ക് തുറന്നെടുത്തിട്ടാണ് ബേസിക്കലി ഇത് കണ്ടില്ലേ, ഈ ലാപ്ടോപ്പ് ഈ കീബോർഡിനകത്ത് 1, 2, 3 സ്ക്രൂ ഇവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് നോക്കിയാൽ കാണാം. ഇത് കണ്ടോ, താഴെ 4 ഇതേപോലെ തട്ടിക്കുള്ള സാധനമുണ്ട്, മുകളിൽ അങ്ങനെയില്ല. അതിൻ്റെ അർത്ഥം ഈ കീബോർഡ് പോയിട്ട് ആ സ്ലോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് അകത്തേക്ക് ഇട്ട് താഴേന്ന് സ്ക്രൂ മുറുക്കുകയാണ്. അതായത് ഈ 3 സ്ക്രൂ ഇവിടെ
ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും 3 സ്ക്രൂ ആയിരിക്കാം, 1 2 അകത്ത് സ്ക്രൂ കാണും. ആ സ്ക്രൂ 3 അഴിച്ച് കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് അകത്തുനിന്ന് തന്നെ ഊരിയെടുക്കാം. നമുക്കതൊന്ന് തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വലിയ വിവരം കിട്ടത്തുള്ളൂ. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം എന്തുണ്ട് ഈ ബാറ്ററി അങ്ങോട്ട് മാറ്റി വെക്കാം. ബാറ്ററി അങ്ങ് ഊരി മാറ്റി വെച്ചു. അതിനുശേഷം ഇത് നമുക്ക് ഈ സ്ക്രൂസൊക്കെ ഒന്ന് അഴിക്കാം. ഓക്കെ, സ്ക്രൂ അഴിക്കാൻ ആദ്യമേ വേണ്ടത് സ്ക്രൂ ഡ്രൈവർ. നമുക്ക് ഓരോന്നോരോന്നിട്ട് അയച്ചു. ഓക്കേ, നല്ല രസമുണ്ട് കാണാൻ. എന്തുവാണോ എന്തോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ഇതിനകം വശം. ഓക്കെ, ഇത് ഏകദേശം നമ്മുടെ ഇങ്ങനെയാണ് ലാപ്ടോപ്പ്. അതായത് ഇവിടെ ആയിരിക്കും ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ കീബോർഡിൻ്റെ ഈ സ്ക്രൂ ഈ ഭാഗത്ത് എവിടെ കണ്ടാണ് വരാൻ ചാൻസ്. ഭാഗത്ത് എവിടെയെങ്കിലും സ്ക്രൂ ഉണ്ടോ? അതുകൊണ്ട് ഒരു സ്ക്രൂ ഉണ്ട്. ഓക്കെ, ഇതിനകത്തൊരു സ്ക്രൂ ഉണ്ട്. ഓക്കെ, ഇത് ഓൾറെഡി അഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റേതൊന്ന് തുറന്ന് നോക്കാം, ഓപ്പണാക്കി നോക്കാം. സിമ്പിൾ. ഒരു പ്രശ്നമുണ്ടല്ലോ വർമ്മ സാറേ. ഇത് രണ്ടും ഇളകിയാലേ ഇതിനകത്ത് കയറിപ്പോകും. ഓക്കെ, ഇത് ഇളകി പോരുന്നു. ഇതുണ്ടല്ലേ, ഇവിടെ വീഴുന്ന ഒരു സംഭവമാണത്. ഓക്കെ, അത് ഇളകി പോന്നു. ഇനി ഇത് ഇളക്കണം. ഇതുണ്ടല്ലേ, ഇത് അടിയിൽ നിന്നൊരു ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു. അതിനകത്ത് കയറിയിട്ട് ഒടിഞ്ഞ്. ഇതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, മറ്റേ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയപ്പം അയാൾ വലിച്ചു കുറച്ച് ഇളക്കിയാന്ന് തോന്നുന്നു. ഇതവിടെ ഇരിക്കുകയായിരുന്നു. ഓക്കെ, ആക്ച്വലി ഇത് കണ്ടേ, ഇതിൻ്റെ അവിടെ ഫിറ്റ് ചെയ്യേണ്ട സംഭവമാണ്. പുള്ളി പൊക്കി പറിച്ചെടുത്തപ്പം ഇത് എല്ലാം കൂടെ അതിനകത്തുനിന്ന് ഇളകി പോരുന്ന കേട്ടോ. സംഭവം ആക്ച്വലി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതുണ്ടല്ലേ, ഈ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഈ സ്ട്രിപ്പാണ് നമ്മുടെ കണക്ടിവിറ്റി ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊണ്ടുപോകുന്നത്. ഈ സംഭവം ഇതിനകത്ത് ഇതിൽ കണക്ട് ചെയ്യണം. ഇതിൽ കണക്ട് ചെയ്താലാണ്
സംഭവം വർക്ക് ചെയ്യുള്ളൂ. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് ദൈവത്തിന് അറിയത്തുള്ളൂ. നമുക്കെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പഴയ കീബോർഡ് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം. പുതിയ കീബോർഡ് എടുക്കാം. പുതിയ കീബോർഡ് എടുത്തിട്ട് കീബോർഡ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ സംഭവം ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതെങ്ങനെ ഓക്കെ, അപ്പം നമുക്ക് കീബോർഡ് ഫിറ്റ് ചെയ്യാം. കീബോർഡ് താണ്ട് ഈ സംഭവത്തിനകത്താണ് ഫിറ്റ് ചെയ്യേണ്ടത്. അത് ഞാനിപ്പോൾ നെറ്റിൽ യൂട്യൂബിലൊന്ന് നോക്കി, അപ്പം കുറച്ച് സ്റ്റെപ്സ് കണ്ടു. ഈ സംഭവം എടുത്തിട്ട് എന്താണ് ഇങ്ങനെ എടുത്ത് ഇതിനടിയിൽ ഓക്കെ, ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യണം. അതിന് മുമ്പ് ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തു നമ്മൾ. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇതിനടിയിൽ കൂടെ ഓക്കെ ഓക്കെ അത് തട്ടിയിട്ടുണ്ട്. തട്ടിയതിന് ശേഷം ലോക്ക് ചെയ്തു. ഓക്കെ, ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഡൺ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്കിത് ലോക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. എഴുതാമേ, നമുക്ക് ആ നോട്ട് പാഡ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. പൊളി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടിപൊളി. അത് പൊളിച്ച്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. കീബോർഡിലെല്ലാ ബട്ടണും നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ബൈ ദ വേ ഇങ്ങനെ തന്നെയാണിത് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമുക്ക് എന്തായാലും ഷുവറായി. ഇതുവരെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കണക്ട് ചെയ്ത സംഭവമല്ല കറക്റ്റാണ്. പക്ഷേ ഇതിനകത്തൊരു ഡൗട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺഫ്യൂഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇങ്ങനെയാണ് വയർ കണക്ട് ചെയ്യുന്നത്. നമ്മൾ അകത്ത് വെച്ച് കഴിയുമ്പം ഈ വയർ മടങ്ങിയിരിക്കുകയാണ്. കുഴപ്പമില്ലെന്ന് വരുന്നത് കാരണം വെച്ചാൽ ഇതുണ്ടല്ലോ, പഴയതിൻ്റെ മടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ നോക്കി ഓർഡർ ചെയ്തതാണ്, പക്ഷേ ഇത് മടക്കിയാണ് വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പം മടക്കിയിരുന്നാലും വലിയ വിഷയം വരത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, കറക്റ്റ് സ്ലോട്ടി ഇപ്പം വീണിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് ഇവിടെ ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് അടയ്ക്കാം. ഓക്കെ, ഇത് അടച്ചിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ വിജയകരമായി ലാപ്ടോപ്പിൻ്റെ കീബോർഡ് മാറിയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഐശ്വര്യമായിട്ട് ഓണാക്കി നോക്കാം. എവിടെ വയറെവിടെ? ബാറ്ററിയുടെ വയറെടുത്ത് കുത്തുന്നു. ബിക്കോസ് ബാറ്ററി ഈസ് ഓൾറെഡി ഡെഡ്. ഓക്കെ,
അത് കഴിഞ്ഞ് നമ്മൾ സംഭവം ഓണായി വരുമ്പോൾ നമ്മൾ ട്രയൽ നോക്കുന്നു എങ്ങനെയുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ കുറച്ച് കളർ പോയിട്ടുണ്ട്. അതല്ലാതെ എല്ലാം കിടുവാണ്. ഓക്കെ നമ്മളൊരു തൽക്കാലത്തേക്കൊരു നോട്ട് പാഡ് ഓണാക്കി. ഇനി എല്ലാ കീബോർഡും എല്ലാ കീസും വർക്ക് ചെയ്യുന്നുണ്ട് വേണ്ട. നമ്പർ ലോക്ക് വർക്കാവുന്നുണ്ട്, അതിൻ്റെയാണ് ലൈറ്റ് ഇവിടെ കിടക്കുന്നത്. നമ്പർ ലോക്ക് നമ്മുടെ ഫംഗ്ഷൻ കീ പ്രസ് ചെയ്ത് F8 അടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും. ഓക്കെ, ഇനി ക്യാപ്സ് ലോക്കിന് ലൈറ്റ് ഓണായി, അടിപൊളിയേ, അതും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഓരോന്ന് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കീയും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു റൗണ്ട് ടെസ്റ്റ് അടിച്ചു, അപ്പോൾ എല്ലാം ഓക്കെയാണ്, ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഞാനിതൊന്ന് ഷട്ട് ഡൗൺ ചെയ്തു. ഓക്കെ, ഇപ്പം കീ സ്മൂത്താണ്. അപ്പോൾ കീയുടെ കാര്യങ്ങളെല്ലാം സോൾവ് ആയി, ഇഷ്യൂ എല്ലാം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഇതുണ്ടല്ലേ, ഇത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. യൂട്യൂബിൽ ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്ത് നോക്കി ഇതെങ്ങനെയാണെന്ന് അറിയാനായിട്ട്. വീഡിയോ ഉണ്ടായിരുന്നു, അവൈലബിൾ ആയിരുന്നു. അപ്പം നോക്കിയപ്പോൾ ഇതിങ്ങനെയാണ് സംഭവം. 3 സ്ക്രൂ ഊരിയാൽ മതി. ഓക്കെ, അപ്പോൾ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം. അപ്പം അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൂൾ സെറ്റ് ഉണ്ടോ. ടൂൾ സെറ്റ് നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തുള്ള അനീഷ് ഏട്ടൻ്റെ ഉണ്ടായിരുന്നു. അനീഷ് ഏട്ടൻ്റെ വലിയൊരു ഷൗട്ട് ഔട്ട്. ഓക്കെ, അനീഷേട്ടൻ്റെ കയ്യിൽ നിന്ന് ടൂൾ സെറ്റ് വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് അയച്ചതിന് ശേഷം നമ്മുടെ കീബോർഡ് പിന്നെ നെറ്റിൽ ഞാൻ ലാഭമുള്ള സംഭവം നോക്കിയപ്പം ഇതിനകത്ത് 900, ഇത് ഞാൻ വാങ്ങിയത് 890 രൂപയ്ക്കോ മറ്റാണ് ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടത്. പക്ഷെ വാങ്ങിയപ്പോൾ എന്തോ ഒരു ഓഫർ ആഡ് ആയി. എന്ത് ഓഫറാണെന്ന് എനിക്കറിയില്ല. 854 രൂപയ്ക്കാണ് എനിക്ക് ഈ കീബോർഡ് കിട്ടിയത്. 854. ഞാൻ കടയിൽ ചെന്ന് ചോദിച്ചപ്പം അതിന് 1500 രൂപയാവുമെന്ന് പറഞ്ഞതാണ്. മേ ബി ഇത് ലാപ്ടോപ്പ് ഇപ്പം തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 200 രൂപയാണ് അതിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഫീസിന്. അപ്പോൾ അതും കൂടെ ഒക്കെ ചേർത്തായിരിക്കാം 1500. പിന്നെ അയാൾക്ക് ലാഭം വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കൊടുക്കുന്നതല്ലേ, പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഏകദേശം 890 850 പോയിട്ട് 900 പോയിട്ട് 600 രൂപ എനിക്ക് ലാഭമായിരുന്നു. തന്നെത്താനെ ചെയ്തത്. നമുക്ക് 5 പൈസ ചിലവില്ല, വേറെ നമ്മൾ തന്നെത്താനെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പം നല്ല പെർഫെക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ആവുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്യാൻ നോക്കുക. നമുക്കൊരു ട്രൈ ചെയ്യാം. ഇതിപ്പോൾ നമ്മളെ തിരിഞ്ഞ് കടിക്കാനൊന്നും പോകുന്നില്ലല്ലോ. നമ്മുടെ സ്വന്തം ലാപ്ടോപ്പ് അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ തന്നെ അടിച്ചു പോവില്ല എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് ചിന്താഗതി വെച്ചുകൊണ്ടാണ് ചെയ്തത്. എന്തായാലും അത് കറക്റ്റായി, പ്രശ്നമൊന്നുമില്ല, എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം സൂപ്പർ ഹാപ്പി. ലാപ്ടോപ്പിൻ്റെ ഇത് കീബോർഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. ഇൻ കേസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ G460 ലെനോവോയുടെ G460 ഇതൊന്നും ആരും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല മിക്കവാറും. കാരണം വെച്ചാൽ ഞാൻ മാത്രമാണുള്ളൂ, കുറേ ജാമ്പോൻ്റെ കാലത്തെ ലാപ്ടോപ്പാണ്. ഓക്കെ, ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ പ്രോബ്ലം ഇഷ്യൂസ് നിങ്ങളിപ്പം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് വാങ്ങിയിട്ട് ഇത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കണ്ടില്ല, ഇതേപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വാങ്ങിയതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ, ഭാവിയിൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം എത്രയും വേഗം തന്നെ നിങ്ങൾ കാണാനായിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.